ടൂറിസ്റ്റ് ട്രാൻസ്പോർട്ട് ആൻഡ് ടൂർ ഓപ്പറേഷൻസ് എന്ന് പറയുന്ന ഈ പേപ്പറിൽ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് ക്ലാസ്സിൽ IATA എന്താണെന്നുള്ളത് നമ്മൾ ജസ്റ്റ് പറഞ്ഞിരുന്നു. ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, കോമൺലി നമ്മൾ IATA എന്ന് പറയാറുണ്ട്. സോ ഇന്ന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. So travel and tourism have been recognized as the single largest item in the world trade. Perhaps it is likely to become the largest global industry by the turn of this millennium, already accounting for more than 9.5% of total world trade, 30% of the service sector, and about 13% of the global employment. So just ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുന്നു. ട്രാവൽ ആൻഡ് ടൂറിസം വേൾഡ് ട്രേഡ് കൺസിഡർ ചെയ്യുമ്പോൾ ലാർജസ്റ്റ് കോൺട്രിബ്യൂട്ടറാണ്. ആൻഡ് ഇറ്റ് ഹാസ് ദ പൊട്ടൻഷ്യൽ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ലൈക്ലി ടു ബിക്കം ദ ലാർജസ്റ്റ് ഗ്ലോബൽ ഇൻഡസ്ട്രി. ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായങ്ങളിലൊന്ന് ആവാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്, അല്ലെങ്കിൽ ആവാൻ പോകുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു മില്ലേനിയം അവസാനിക്കുന്നതോടുകൂടി maybe it happens after 10 or 20-25 years, and already accounting for more than 9.5% of the total world trade. അപ്പം ലോക വ്യാപാരത്തിൻ്റെ ഓൾമോസ്റ്റ് 9.5% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ടൂറിസമാണ്, അല്ലെങ്കിൽ ടൂറിസം ഇൻഡസ്ട്രിയാണ്. ഇനി സർവീസ് സെക്ടർ നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ 30% ആണ് സർവീസ് സെക്ടർ കോൺട്രിബ്യൂഷൻ, ആൻഡ് അബൌട്ട് 13% ഓഫ് ദി ഗ്ലോബൽ എംപ്ലോയ്മെൻറ്റ്. ലോകത്തിൽ മൊത്തം എംപ്ലോയ്മെൻ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ 13% കൊടുക്കുന്നത്, അല്ലെങ്കിൽ 13% ആളുകൾക്കും എംപ്ലോയ്മെൻറ്റ് കൊടുക്കുന്നത് ഈ ടൂറിസം, ട്രാവൽ ആൻഡ് ടൂറിസം സെക്ടറാണ്. Travel trade organizations provide a common platform to solve travel companies' various problems such as HRDE, financial, marketing, safeguard interest, lay down the code of ethics, and also helps the agency on a variety of travel issues. ഇനി ഇതിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ട്രാവൽ ആൻഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ടു പ്രൊവൈഡ് എ കോമൺ പ്ലാറ്റ്ഫോം ടു സോൾവ് ട്രാവൽ കമ്പനീസ് വാരിയസ് പ്രോബ്ലംസ്. അതായത് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡിഫറെൻറ്റ് കമ്പനീസ് അവരുടെ വാരിയസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് ഒരു കോമൺ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ട്രാവൽ ട്രേഡ് ഓർഗനൈസേഷൻസിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. പല മേഖലകളിലും വരാം. HRD, ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്, ഫൈനാൻഷ്യൽ, മാർക്കറ്റിംഗ്, ഇത്തരത്തിലുള്ള എല്ലാ മേഖലകളിലും വരുന്ന പ്രോബ്ലംസ്. അതുപോലെ സേഫ് ഗാർഡിങ് ഇൻട്രസ്റ്റ്, കസ്റ്റമേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുക. പിന്നെ കോഡ് ഓഫ് എത്തിക്സ്, ഒരു എത്തിക്കൽ കോഡ് ഡിസൈൻ ചെയ്യാം. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ട്രാവൽ ആൻഡ് ട്രേഡ് ഓർഗനൈസേഷൻസിന്, അല്ലെങ്കിൽ അവരുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, അപ്പം ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് IATA വർക്ക് ചെയ്തത്, അല്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയത് എന്നുള്ളത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. IATA, International Air Transport Association. The International Air Transport Association was founded in 1945 by the airlines of several countries to regulate the world's civil air transport. It is a successor to the International Air Transportation Association founded at Hague in 1919. സോ ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. 1945 എസ്റ്റാബ്ലിഷ് ചെയ്തത്. Founded in 1945 by the airlines of several countries. ലോകത്തുള്ള പല രാജ്യങ്ങളുടെയും എയർലൈൻസിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു. ടു റെഗുലേറ്റ് ദ വേൾഡ് സിവിൽ എയർ ട്രാൻസ്പോർട്ട്, ലോകത്തിലെ വ്യോമ ഗതാഗതം റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഉദ്ദേശം. അത് 1919 നെതർലൻഡ്സിലെ ഹേഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ടേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഘടന ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സക്സസർ എന്നുള്ള രീതിയിലാണ് 1945
ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ ഫോം ചെയ്യുന്നത്. ഓക്കെ. ആസ് എ നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ ഇറ്റ് ഡ്രോസ് ഇറ്റ്സ് ലീഗൽ എക്സിസ്റ്റൻസ് from a special act of Canadian Parliament in December 1945. It closely resembles the International Civil Aviation Organization in terms of its activities and organizational structure. അപ്പോൾ അതിൻ്റെ ഓർഗനൈസേഷനിലും അതുപോലെ ആക്ടിവിറ്റീസിലും അത് 1919 എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷനെ ഓർമ്മിപ്പിക്കും വിധമാണ് വർക്ക് ചെയ്യുന്നത്. അത് ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷനാണ്, നമുക്കറിയാം. പിന്നെ 1945 ഡിസംബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഫ്രം എ സ്പെഷ്യൽ ആക്ട് ഓഫ് കനേഡിയൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആക്ട് പ്രകാരമാണ് 1945 ഡിസംബറിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ വോളണ്ടറി, നോൺ എക്സ്ക്ലൂസീവ്, നോൺ പൊളിറ്റിക്കൽ, ഡെമോക്രാറ്റിക് ഓർഗനൈസേഷൻ and its membership is open to any operating airline which has been licensed to provide scheduled air services by the government. അതൊരു വോളണ്ടറി, നോൺ പൊളിറ്റിക്കൽ, ഡെമോക്രാറ്റിക് ഓർഗനൈസേഷനാണ്. പിന്നെ ഈ എയർലൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന, ഓപ്പറേറ്റ് ചെയ്യുന്ന ഏത് കമ്പനിക്കും മെമ്പർഷിപ്പ് എടുക്കാമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. In objectives, it is a purely non-political, commercial, regulatory organization and has powers to regulate every act of its constituents. The main objectives are എന്തൊക്കെയാണെന്ന് നോക്കാം. To ensure safe, regular and economical air transport to the benefits of people worldwide. ലോകത്തുള്ള എല്ലാ ആളുകൾക്കും ഏറ്റവും സേഫായിട്ടുള്ള, അതുപോലെ റെഗുലർ ആൻഡ് എക്കണോമിക്കൽ, ഏറ്റവും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എയർ ട്രാൻസ്പോർട്ട് സാധ്യമാക്കുക. പ്രൊവൈഡ്സ് മീൻസ് ഓഫ് കൊളാബറേഷൻ, എയർലൈൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ കമ്പനികളെയും കൊളാബറേറ്റ് ചെയ്ത് കൊണ്ടുവരിക. ടു പ്രിവെൻറ്റ് എക്കണോമിക് വേസ്റ്റ് കോസ്ഡ് ബൈ അൺറീസണബിൾ കോമ്പറ്റീഷൻ, അനാവശ്യമായിട്ടുള്ള കോമ്പറ്റീഷൻ അല്ലെങ്കിൽ കോമ്പറ്റീഷൻ കൊണ്ടുണ്ടാവുന്ന എക്കണോമിക് വേസ്റ്റ്, സാമ്പത്തികമായിട്ടുള്ള നഷ്ടം ഒഴിവാക്കുക അല്ലെങ്കിൽ അതിനെ തടയുക. ടു എൻകറേജ് ദ ആർട്ട് ഓഫ് എയർക്രാഫ്റ്റ് ഡിസൈൻ ആൻഡ് ഓപ്പറേഷൻസ് ഫോർ പീസ്ഫുൾ പർപ്പസസ്, അതുപോലെ എയർക്രാഫ്റ്റ് ഡിസൈൻ ചെയ്യുന്നതും അതുപോലെ അതിൻ്റെ ഓപ്പറേഷൻസും ഏറ്റവും സമാധാനപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം എൻകറേജ് ചെയ്യുക. ടു പ്രൊമോട്ട് ആൻഡ് ഡെവലപ്പ് ഇൻ്റർനാഷണൽ ടൂറിസം, അന്താരാഷ്ട്ര ടൂറിസം പ്രൊമോട്ട് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക. ടു പ്രൊവൈഡ് എ കോമൺ പ്ലാറ്റ്ഫോം ഫോർ ട്രാവൽ ഏജൻസീസ് ആൻഡ് ടൂർ ഓപ്പറേഷൻസ്, ട്രാവൽ ഏജൻസീസിലും ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ട്രാവൽ ഏജൻസീസിനും അതുപോലെ ടൂർ ഓപ്പറേഷൻസിനും ഒരു കോമൺ പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. ടു പ്രൊവൈഡ് ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് ഫോർ മെമ്പേഴ്സ്, എല്ലാ മെമ്പേഴ്സിനും ട്രെയിനിങ് അതുപോലെ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ടു കോപ്പറേറ്റ് വിത്ത് ദ ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ആൻഡ് അതർ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ഓർഗനൈസേഷൻ, അപ്പോൾ ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന മറ്റ് പല ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഉണ്ട്. അതുപോലെ മറ്റ് പല രാജ്യങ്ങൾക്കും ഇതുപോലെ ഈ വ്യോമയാന മേഖലയെ റെഗുലേറ്റ് ചെയ്യുന്ന പല ഓർഗനൈസേഷൻസും ഉണ്ട്. അപ്പോൾ അവരുമായിട്ടൊക്കെ കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് ഈ പറയുന്ന നേരെ പറഞ്ഞിട്ടുള്ള എല്ലാതരം ഒബ്ജക്റ്റീവും അവർക്ക് പ്രോപ്പറായിട്ട് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക, അന്താരാഷ്ട്ര സഹകരണം ഉറപ്പുവരുത്തുക ഈ വ്യോമയാന മേഖലയിൽ. ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി മെമ്പർഷിപ്പ് ഓഫ് അയാട്ട. അയാട്ട ഹാസ് 2 types ഓഫ് മെമ്പേഴ്സ്. അയാട്ട മെമ്പർഷിപ്പ് ആക്റ്റീവ് മെമ്പേഴ്സുണ്ട്, അസോസിയേറ്റ് മെമ്പേഴ്സുണ്ട്. ഇതിൽ ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ട്രേഡ് അസോസിയേഷൻസ് ആൻഡ് ട്രാഫിക് കോർഡിനേഷൻ, പിന്നെ ട്രേഡ് അസോസിയേഷൻ ഓൺലി ഉണ്ട്. അതായത് ആക്റ്റീവ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വർക്ക് ചെയ്യുന്ന മെയിൻ ട്രേഡ് അസോസിയേഷൻസ് ആണ്. ആൻഡ് ട്രാഫിക് കോർഡിനേഷൻ, ഈ എയർ ട്രാഫിക് കോർഡിനേറ്റ് ചെയ്യുന്ന ആളുകൾ. പിന്നെ അതുപോലെ ട്രേഡ് അസോസിയേഷൻ മാത്രം അല്ലെങ്കിൽ ട്രേഡ് അസോസിയേഷൻസ് വിവിധ തരത്തിലുള്ള വ്യാപാര മാത്രം ചെയ്യുന്ന അസോസിയേഷൻസ് അല്ലെങ്കിൽ അവരുടെ ആ കമ്പനീസിൻ്റെ അസോസിയേഷൻസ്, അവരും ഇതിൽ ആക്റ്റീവ് മെമ്പേഴ്സാണ്.
പിന്നെ ഉള്ളത് അസോസിയേറ്റ് മെമ്പേഴ്സാണ്. അപ്പോൾ 2 തരം മെമ്പർഷിപ്പാണ് അയാട്ടയിലുള്ളത്, ആക്റ്റീവ് മെമ്പേഴ്സും അസോസിയേറ്റ് മെമ്പേഴ്സും. ആക്റ്റീവ് മെമ്പർഷിപ്പ് ഈസ് ഫർദർ ഡിവൈഡഡ് ഇൻടു 2 ടൈപ്സ്. ആക്റ്റീവ് മെമ്പർഷിപ്പ് 2 രീതിയിൽ ഉണ്ട്. ഒന്ന് ട്രേഡ് അസോസിയേഷൻസ് ആൻഡ് ട്രാഫിക് കോർഡിനേഷൻ ട്രേഡ് അസോസിയേഷൻസ്. നേരത്തെ പറഞ്ഞു. എനി എയർലൈൻ വിച്ച് ഹാസ് ബീൻ ലൈസൻഡ് ടു ഓപ്പറേറ്റ് scheduled air services by the appropriate authority to transport passengers, mail and cargo between the territories of 2 countries is eligible to become an active member of the association. അപ്പം ഈ ഏതൊരു എയർലൈനും അവർക്ക് ലൈസൻസ് കിട്ടിയിരിക്കണം ഷെഡ്യൂൾഡ് എയർ സർവീസസ് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ആ പറഞ്ഞിട്ടുള്ള അപ്രോപ്രിയേറ്റ് അതോറിറ്റി, ഏത് അപ്രോപ്രിയേറ്റ് അതോറിറ്റിയാണ് ലൈസൻസ് കൊടുക്കേണ്ടത്, അവർ വ്യക്തമായിട്ടുള്ള ലൈസൻസ് കൊടുത്തിരിക്കണം, അതായത് ഈ എയർലൈൻ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. പിന്നെ എല്ലാതരം ഓപ്പറേഷൻസും, അതായത് പാസഞ്ചേഴ്സിനെ ട്രാൻസ്പോർട്ട് ചെയ്യുക, മെയിൽ, ദെൻ കാർഗോ ബിറ്റ്വീൻ ടെറിട്ടറീസ്, ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക്, ഇത്തരത്തിലുള്ള എല്ലാ ഓപ്പറേഷൻസും ചെയ്യാനായിട്ട് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ് പെർമിഷൻ തന്നിട്ടുള്ള എല്ലാ എയർലൈൻ ഓർഗനൈസേഷൻസും കമ്പനീസും ഈ അയാട്ടയിലെ ആക്റ്റീവ് മെമ്പേഴ്സാണ്. പിന്നെ ഈ ആക്റ്റീവ് മെമ്പേഴ്സിന് വാരിയസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്, അവർക്ക് അവരുടേതായ അവകാശങ്ങളും കടമകളൊക്കെ ഉണ്ട്. എനി എയർലൈൻ വിച്ച് ഹാസ് ബീൻ ലൈസൻസ്ഡ് ടു ഓപ്പറേറ്റ് ഷെഡ്യൂൾഡ് എയർ സർവീസസ് ബൈ ദി അപ്രോപ്രിയേറ്റ് അതോറിറ്റി ടു transport passengers, mail and cargo between the territories of 2 countries is eligible to become an active member of the association. അപ്പം നേരത്തെ പറഞ്ഞ പോലെ അപ്രോപ്രിയേറ്റ് അതോറിറ്റിയിൽ നിന്ന് ലൈസൻസ് കിട്ടിയിട്ടുള്ള എല്ലാ എയർലൈൻ കമ്പനീസിനും ഇതിൽ ആക്റ്റീവ് മെമ്പർ ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ദ ആക്റ്റീവ് മെമ്പേഴ്സ് ഹാവ് വാരിയസ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആൻഡ് അതോറിറ്റി. പ്രസൻ്റ്ലി ദർ ആർ മോർ ദാൻ 250 എയർലൈൻസ് ആസ് ആക്റ്റീവ് മെമ്പേഴ്സ് ഫ്രം 200 കൺട്രീസ്. ഏകദേശം 200 രാജ്യങ്ങളിൽ നിന്നും 250 എയർലൈൻ കമ്പനീസോളം ഇതിൽ ആക്റ്റീവ് മെമ്പേഴ്സാണ് അയാട്ടയിൽ. അസോസിയേറ്റ് മെമ്പേഴ്സ്. ദിസ് മെമ്പർഷിപ്പ് ഈസ് ഓപ്പൺ ടു എനി അതർ ഓർഗനൈസേഷൻ എൻ്റർപ്രൈസ് ഹു ഈസ് ഓപ്പറേറ്റിംഗ് ഇൻ ട്രാൻസ്പോർട്ട്, ഹോട്ടൽസ്, റിസോർട്ട്സ്, travel, trade and indirectly involved in tourism related activities. The application for the membership in the association is to be submitted in the writing for the consideration and action of the executive committee, and all such concerns can become active or associate members only after approval by the executive committee. അപ്പോൾ അസോസിയേറ്റ് മെമ്പേഴ്സ് അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർഷിപ്പ് എങ്ങനെയാണ് കിട്ടുക എന്നുള്ളതാണ്. This membership is open to any other organization enterprise who is operating in transport, hotels and resorts. അതായത് എയർലൈൻ മേഖലയിൽ പുറമെ, അതായത് ഏത് മേഖലയിലും, അതായത് ട്രാൻസ്പോർട്ട് ഗതാഗത മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, അതുപോലെ ഹോട്ടൽസ് റൺ ചെയ്യുന്നവർ, അതുപോലെ റിസോർട്ട് റൺ ചെയ്യുന്ന ആൾക്കാർ, അതുപോലെ ട്രാവൽ ട്രേഡ് വ്യാപാരം നടത്തുന്ന ആൾക്കാർ, പിന്നെ ഈ ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ ഇൻഡയറക്റ്റ്ലി ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ കമ്പനീസ്. സോ അത്തരത്തിലുള്ള എല്ലാ മെമ്പേഴ്സും ഇതിൽ അസോസിയേറ്റ് മെമ്പേഴ്സ് ആവാനുള്ള എലിജിബിലിറ്റി ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ നമ്മൾ അസോസിയേറ്റ് മെമ്പർ ആവാനുള്ള ഒരു ഇൻട്രസ്റ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ട്. ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനത്തിന്, അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ് ഇവരെ അസോസിയേറ്റ് മെമ്പേഴ്സ് ആവണോ എന്നുള്ളത് തീരുമാനിക്കുക. അപ്പം ഈ എയർലൈൻ മേഖലയ്ക്ക് പുറമെ ബാക്കി അതിന് പുറമേ ഉള്ള ഈ ട്രാൻസ്പോർട്ട്, ഹോട്ടൽസ്, റിസോർട്ട്സ്, പിന്നെ ട്രാവൽ ട്രേഡ്, പിന്നെ ഇൻഡയറക്റ്റ്ലി ടൂറിസം റിലേറ്റഡ് ആക്ടിവിറ്റീസ് ചെയ്യുന്ന എല്ലാ കമ്പനീസും അസോസിയേറ്റ് മെമ്പർഷിപ്പിന് അപ്ലൈ ചെയ്യാനായിട്ടുള്ള എലിജിബിലിറ്റി ഉണ്ട്. പക്ഷേ അതിൽ മെമ്പർ ആവണോ എന്ന് തീരുമാനിക്കുന്നത് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയാണ്, ഈ IATA. ഇനി ഓർഗനൈസേഷൻ സ്ട്രക്ചറാണ്. IATA അഡ്മിനിസ്ട്രേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് അണ്ടർ ഡയറക്ടർ ജനറൽ, കോർപ്പറേറ്റ് സെക്രട്ടറി, സീനിയർ ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ ആൻഡ് റീജിയണൽ ടെക്നിക്കൽ ഡയറക്ടർ. ദി ഓവറോൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി അസോസിയേഷൻ ലൈ വിത്ത് ജനറൽ മീറ്റിംഗ് ഓഫ് ദി മെമ്പേഴ്സ് വിച്ച് ടേക്ക് പ്ലേസ് ആനുവലി. അപ്പം ഇതിൻ്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയൊക്കെയാണ്?
ഡയറക്ടർ ജനറൽ ഉണ്ട്, അതുപോലെ കോർപ്പറേറ്റ് സെക്രട്ടറി, ദെൻ സീനിയർ ഡയറക്ടർ, റീജിയണൽ ഡയറക്ടർ ഉണ്ട്, റീജിയണൽ ടെക്നിക്കൽ ഡയറക്ടേഴ്സ് ഉണ്ട്, പിന്നെ ഓവറോൾ കൺട്രോൾ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് ദി അസോസിയേഷൻ. അത് തീരുമാനിക്കപ്പെടുന്നത് എല്ലാ വർഷവും നടക്കുന്ന ആനുവൽ ജനറൽ മീറ്റിങ്ങിനാണ്. ഓക്കെ, ബേസിക്കലി ദി മീറ്റിംഗ് ഹാസ് ടു മെയിൻ റെസ്പോൺസിബിലിറ്റീസ്: internal affairs of the association and functions such as finance, accounting, medical, traffic, conference, legal, technical and other activities related to the industry. The internal affairs include the appointment of the president and approval of the budget, etc. അപ്പോൾ ബേസിക്കലി മീറ്റിങ്ങിന് 2 റെസ്പോൺസിബിലിറ്റീസ് ആണുള്ളത്. അത് നേരത്തെ പറഞ്ഞു, ആനുവൽ മീറ്റിംഗ്. ഒന്ന് ഈ IATA അസോസിയേഷൻ്റെ ഇന്നയാൾ കാര്യങ്ങൾ തീരുമാനിക്കുക. ഇന്നയാൾ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുക, അതുപോലെ ബഡ്ജറ്റ് അപ്രൂവൽ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ ഫങ്ഷൻസ്, അതിൻ്റെ മറ്റും ഉള്ള കാര്യങ്ങൾ, അതായത് ഫൈനാൻസ്, അക്കൗണ്ടിങ്, അതുപോലെ മെഡിക്കൽ, ട്രാഫിക്, കോൺഫറൻസ്, ലീഗൽ, ടെക്നിക്കൽ ആൻഡ് അതർ ആക്ടിവിറ്റീസ് റിലേറ്റഡ് ടു ദി ഇൻഡസ്ട്രി. ഈ ഇൻഡസ്ട്രിയുമായിട്ട്, എയർലൈൻ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മറ്റു പല കാര്യങ്ങൾ, അവിടെ ഫൈനാൻസ് ആയിക്കോട്ടെ, അതുപോലെ അക്കൗണ്ടിങ്, ദെൻ മെഡിക്കൽ, ട്രാഫിക് കോൺഫറൻസ്, ദെൻ അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ ടെക്നിക്കൽ വശങ്ങൾ, അതുപോലെ മറ്റുള്ള ആക്ടിവിറ്റീസ്. സോ ഈ കാര്യങ്ങളൊക്കെയാണ് ഇൻറ്റേർണൽ അഫയേഴ്സ് എന്ന് പറയുന്നിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി റോൾസ് ആൻഡ് കോൺട്രിബ്യൂഷൻ ഓഫ് IATA. IATA is a non-government organization that regulates the world civil air transportation. IATA plays an important role in the travel, trade and civil air transportation. Some main and important role and contributions of IATA are follows. അപ്പം IATAയുടെ റോൾസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷനാണ്. നേരത്തെ പറഞ്ഞു, വേൾഡ് സിവിൽ എയർ ട്രാൻസ്പോർട്ടേഷൻ കൺട്രോൾ, വ്യോമയാന മേഖല കൺട്രോൾ ചെയ്യുന്ന ലോകത്തിലെ ഏകദേശം 250ഓളം എയർലൈൻ കമ്പനീസിൻ്റെ ഒരു അസോസിയേഷനാണ് IATA. ഇനി അവിടെ മെയിൻ റോൾസ് ആൻഡ് കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. IATA പ്രൊവൈഡ്സ് എ കോമൺ പ്ലാറ്റ്ഫോം ടു സോൾവ് മെനി ട്രാവൽ ട്രേഡ് പ്രോബ്ലംസ്. ഈ മേഖലയിൽ വരുന്ന ഒട്ടുമിക്ക എല്ലാ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ട്രേഡ് പ്രോബ്ലംസും സോൾവ് ചെയ്യാനായിട്ടുള്ള ഒരു കോമൺ പ്ലാറ്റ്ഫോമാണ് IATA. It helps travel agencies and tour operators to establish their professionalism and integrity in the field of tourism. അപ്പോൾ നേരത്തെ പറഞ്ഞു, ഈ വ്യോമയാന മേഖലയെ മൊത്തം റെഗുലേറ്റ് ചെയ്യാനുള്ളൊരു അസോസിയേഷനാണിത്. അപ്പോൾ അതുവഴി ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ട്രാവൽ ഏജൻസീസും മറ്റുള്ള ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവർക്കൊക്കെ ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനും അതുപോലെ ഇവരുടെ പ്രവൃത്തിയുള്ളൊരു ഇൻറ്റഗ്രിറ്റി കൊണ്ടുവരാനൊക്കെ ആയിട്ട് IATA ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ് ഹെൽപ്സ് ടു സിംപ്ലിഫൈ ദ ട്രാവലിംഗ് പ്രോസസ്സ്. പിന്നെ ട്രാവലിംഗ് പ്രോസസ്സിൽ ഉണ്ടാകുന്ന ഈ ബോട്ടിൽ നെക്സ് എല്ലാം ഈസി ആയിട്ട് ഒഴിവാക്കാനായിട്ട്, എസ്പെഷ്യലി ഈ പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സ്ട്രീം ലൈൻ ചെയ്യാനായിട്ടൊക്കെ IATA ഹെൽപ്പ് ചെയ്യുന്നു. IATA ഹെൽപ്സ് ഇൻ പ്രൊമോഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ടൂറിസം. ഓഫ് കോഴ്സ് ടൂറിസം ഡെവലപ്പ് ചെയ്യുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. IATA ഹെൽപ്സ് ദ ഗവൺമെൻറ് ടു ഫോർമുലേറ്റ് സിവിൽ ഏവിയേഷൻ പോളിസി, പെയ്ഡ് ടൂറിസം പോളിസി. സോ അതത് രാജ്യങ്ങളിലെ ഗവൺമെൻറ്റുകൾക്ക് സിവിൽ ഏവിയേഷൻ പോളിസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനനുസരിച്ചുള്ള അഡ്വൈസസ് കൊടുക്കാനും IATA അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള അഡ്വൈസസ് കൊടുക്കാനായിട്ട് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇറ്റ് ലേസ് ഡൗൺ റൂൾസ് ആൻഡ് കണ്ടീഷൻസ് ഫോർ ദ അപ്രൂവൽ ഓഫ് ദ ട്രാവൽ ട്രേഡ് ഓർഗനൈസേഷൻ. പിന്നെ ഒരു ട്രാവൽ ട്രേഡ് ഓർഗനൈസേഷൻ എങ്ങനെ വർക്ക് ചെയ്യണം എന്നതിനെ പറ്റിയിട്ട് റൂൾസ് ആൻഡ് കണ്ടീഷൻസ് അത് കൊടുക്കാനായിട്ടും IATA ഹെൽപ്പ് ചെയ്യുന്നു അല്ലെങ്കിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. സോ ഈ 2 ക്ലാസ്സുകളിൽ ഇൻ്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു വലിയ സംഘടനയുടെ ഒറിജിനും അതുപോലെ ഫങ്ഷൻസ്, അതിൻ്റെ കറൻറ്റ് സ്റ്റാറ്റസ്, പിന്നെ അത് ഹോൾഡ് ചെയ്യുന്ന റോൾസ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. സോ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്.
So that's it for today. Thank you.